പ്രാർത്ഥനയ്ക്കകത്ത് ചില മറുപടികൾ ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുകയാണോ? ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ആമോസ് പ്രവചന പുസ്തകം 3-ാം അധ്യായം 7-ാം വാക്യം ദൈവജനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തൻ്റെ ദാസന്മാർക്ക് തൻ്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഒരു കാര്യവും ചെയ്യുകയില്ല. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവഹൃദയത്തിലെ ഇഷ്ടങ്ങളെ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങളെ ദൈവമക്കൾക്ക് ദൈവം ഷെയർ ചെയ്യുവാൻ, അത് കൈമാറുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഒരു തലമുറയിൽ ജലപ്രളയം ഉണ്ടാകുന്നതിന് മുൻപ് ദൈവത്താൽ കൃപ ലഭിച്ച നോഹയോട് അതിനെക്കുറിച്ച് ദൈവം മുൻകൂട്ടി പറയുകയും അതിന് വേണ്ടുന്ന ദൈവികമായ രക്ഷയ്ക്ക് വേണ്ടി ആ കുടുംബത്തെ രക്ഷിക്കുവാൻ ഒരു പെട്ടകം തീർക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ലോകം മുഴുവനും ദൈവം നശിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴും, ഭൂമി മുഴുവനും ജലപ്രളയത്താൽ നശിക്കുവാൻ ആഗ്രഹിക്കുമ്പോഴും അതിൻ്റെ നടുവിൽ ദൈവം ഒരു വ്യക്തിയെ കണ്ടിട്ട്, നോഹ എന്ന് പറയുന്ന ഒരു വ്യക്തിയിലൂടെ ദൈവത്തിൻ്റെ രഹസ്യത്തെ, ദൈവത്തിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ ദൈവം ഷെയർ ചെയ്യാനിടയായി. ദാവീദിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വചനം എഴുതിയിരിക്കുന്നു: ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. ഈ തലമുറയിലും ദൈവം അതാണ് പ്രിയപ്പെട്ടവരെ അന്വേഷിക്കുന്നത്. ദൈവത്തിൻ്റെ രഹസ്യങ്ങളെ കൈമാറുവാൻ, ദൈവം ഒരു തലമുറയ്ക്ക് കൈമാറേണ്ടുന്ന ദൈവിക പദ്ധതികളെ നമ്മുടെ മേൽ കൈമാറ്റം ചെയ്യുവാൻ നാം ഈ ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കൃപ ലഭിക്കാൻ തുടങ്ങിയാൽ, ദൈവത്തിൻ്റെ മുൻപിൽ നാം നീതിയുള്ളവരായി മാറിയാൽ, നിശ്ചയമായിട്ടും നമ്മുടെ മുമ്പിൽ ദൈവം ഒന്നും മറച്ചു വെക്കത്തില്ല, മറിച്ച് ദൈവം നമ്മുടെ മുമ്പിൽ ചിലത് വെളിപ്പെടുത്തി തരും. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയ്ക്കകത്ത് ചില മറുപടികൾ ലഭിക്കാതെ ഭാരപ്പെട്ടിരിക്കുകയാണോ? ചില വിഷയങ്ങൾ വെളിപ്പെടാതെ വല്ലാതെ ഞെരുങ്ങുന്നവരാരെങ്കിലും ദൈവശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക, ഈ ദിവസങ്ങളിൽ ദൈവം ചിലത് നിന്റെ ലൈഫിനകത്ത് വെളിപ്പെടുത്തി തരും. ദൈവം ചിലത് പ്രൂവ് ചെയ്ത് കാണിക്കും. മുൻകൂട്ടി ചില ആലോചനകൾ, ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ വഴികൾ ഈ ദിവസങ്ങൾ നമ്മുടെ മുമ്പിൽ ദൈവം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, അത് എൻ്റെ ലൈഫിൽ വെളിപ്പെടട്ടെ. കർത്താവെ, അത് എൻ്റെ ഹൃദയത്തിനകത്തേക്ക് ആ ദൈവ ഇഷ്ടത്തെ പകരണമെന്ന് നാം പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കപ്പെടുകയും ദൈവത്തിൻ്റെ വിളിയാലുള്ള ആശ മനസ്സിലാക്കിക്കൊണ്ട് ദൈവഹൃദയത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ വചനം എല്ലാവർക്കും ഒരു ബ്ലെസ്സിംഗ് ആയെന്ന് വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ആമേൻ.